നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സാക്റ്റ് ലൈനിലേക്ക് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് ഏകദേശം ഫോളോ ചെയ്തു. ഒരു നല്ലൊരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് വീണ്ടും എക്സാക്റ്റ് താഴത്തേക്ക് പോകും. ഈ ഒരു പുൾ ബാക്ക് ഈ ഡിമാൻഡ് സോണിലൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതി ആരും അവിടെ ട്രേഡ്സ് എടുക്കരുത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് തന്നെ ക്രിപ്റ്റോയുടെ ആ ഒരു വ്യൂ നോക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഈ ഒരു സോണിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് പ്ലാൻ ചെയ്തിരുന്നു. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സാക്റ്റ് ലൈനിലേക്ക് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് ഏകദേശം ഫോളോ ചെയ്തു. നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 3400 പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. നമ്മൾ ഓൾറെഡി സാറ്റർഡേ ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള ട്രേഡ് നമ്മൾ മിസ് ചെയ്തത്. ഓൾറെഡി നമ്മുടെ നിയറസ്റ്റ് ടാർഗറ്റ് ഈ കാണുന്ന ഈ ഒരു ബോക്സാണ്. അടുത്ത് നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി സോൺ വരെയാണ്. എന്ന് പറയാൻ മാർക്കറ്റ് 60,789 റേഞ്ചിലേക്കാണ് നമ്മൾ മാർക്കറ്റിനെ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഒരു പുൾ ബാക്കിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഈ 1 hour ഡിമാൻഡ്, ഇത് 1 hour ഡിമാൻഡ് സോണാണ്. ഉറപ്പായിട്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഡിമാൻഡ് സോൺ ഫെയിലാക്കും. മാർക്കറ്റ് ഫെയിലാക്കിയതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക്, നമ്മുടെ വ്യൂ ഓൾറെഡി ബെയർഷാണ്. നമ്മുടെ എക്സാക്റ്റ് വ്യൂ 49,000 ആണ്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് ഫോളോ ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ട്രേഡ്സൊക്കെ എടുക്കുമ്പോൾ ഓൾറെഡി ബെയറിഷ് ട്രേഡ് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ നോക്കാൻ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടുന്ന് കറക്റ്റീവായിട്ട് ഫേസാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അവിടെ നിന്നൊരു ഇമ്പൾസീവ് ഫേസാണ്. നോക്കിയേ, നമ്മൾ 4 hour ടൈം ഫ്രെയിമിൽ 23 ക്യാൻഡിലെടുത്ത് മുകളിലേക്ക് വന്ന ആ ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റ് ഏകദേശം ഒരു 6 ക്യാൻഡിൽ കൊണ്ട് താഴത്തേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ സോണുകളൊക്കെ ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി സോണുകളൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് വീണ്ടും എക്സാക്റ്റ് താഴത്തേക്ക് പോകും. ഈ ഒരു പുൾ ബാക്ക് ഈ ഡിമാൻഡ് സോണിലൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതി ആരും അവിടെ ട്രേഡ്സ് എടുക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എക്സാക്റ്റ് സോണിൽ നിന്ന് താഴത്തേക്ക് മാർക്കറ്റിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആ ഒരു സോണിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം സോണിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ആ ഒരു റേഞ്ച് താഴത്തേക്കുള്ള സെല്ല് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെല്ലാം നിങ്ങൾ ബൈ എൻട്രി ഒക്കെ നോക്കുന്നതിനാണ് ജസ്റ്റ് സ്കാൽപ്പിംഗ് എൻട്രി മാത്രം നോക്കുക. ജസ്റ്റ് കുറച്ച് പോയിന്റ് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ അതായിരിക്കും നിലവിലെ ഈ പറയുന്ന ക്രിപ്റ്റോയിലെ ഒരു നല്ലൊരു ട്രേഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും വെയിറ്റ് ചെയ്യുക, നമ്മുടെ സോണിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുക. അവന് ട്രേഡ് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ നിങ്ങളോട് നിലവിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് എക്സാക്റ്റ് 49,000 റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം 46 റേഞ്ചിലേക്ക് ആ റേഞ്ചിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വിങ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ആ റേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി, നമ്മൾ 3:3:4 എന്നൊരു സെഗ്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ക്യാപിറ്റൽ 3% ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമ്മൾ എക്സാക്റ്റ് ഡിപ്പിൽ ഈ 4% ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. നമുക്കറിയാം ഇത് ക്രിപ്റ്റോ മാർക്കറ്റാണ്, അഗ്രസീവ് മൂവ്മെൻ്റ് ആയിരിക്കും. ഏറ്റവും ഡിപ്പിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോഫിറ്റ് തരാൻ പോകുന്നത് ഈ പറഞ്ഞ സ്വിങ് ആയിരിക്കും. അപ്പോൾ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് ഈ ഒരു സോണുകളിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. നമുക്ക് നിലവിൽ ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സോണിലായിരുന്നു. ഇത് ഞായറാഴ്ച വൈകിട്ട് ഈ റേഞ്ചിൽ കിട്ടിയാൽ നമ്മൾ ഈ ഒരു സോണിൽ ട്രേഡ്സ് നോക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് ശനിയാഴ്ച തന്നെ ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻട്രീസ് ഒന്നും നോക്കിയിട്ടില്ല. വ്യൂ താഴത്തേക്കാണെങ്കിലും ഒരു ബെസ്റ്റ് എൻട്രിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എപ്പോഴാണ് ഒരു ബെസ്റ്റ് എൻട്രി ഇടുന്ന ആ ടൈമിൽ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ ഒരു ബേഴ്സിലേക്ക് തന്നെ ട്രേഡ്സ് നോക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. ബൈ ഓൾ.